ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എപ്സിലോൺ ലേണിംഗ്. CBSE 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പോളിനോമിയൽസ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് ഓർത്തെടുക്കണം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസാണ് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. എന്താണ് കോൺസ്റ്റൻസ്? ഫിക്സ്ഡ് ന്യൂമറിക്കൽ വാല്യൂസ് അല്ലേ, നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത്? കോൺസ്റ്റൻസ് അല്ലേ. അതിപ്പോൾ ഏത് വേണം, എക്സാമ്പിൾ പറയുന്നത് 5 ആവാം, 6 ആവാം, √3 ആവാം, എന്ത് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഡെസിമൽസ് ആവാം, 1.31 എന്ത് വേണമെങ്കിലും വരാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വാരിയബിൾസ് ആണ്, ഡിനോട്ടഡ് ബൈ ആൽഫബറ്റിക്കൽ വാല്യൂസ്. ആൽഫബറ്റ്സ് ആണ് വാരിയബിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതെന്താവാം? എക്സ്, വൈ, സെഡ്, എ, ബി, സി, പി, ക്യു, ആർ എന്ത് വേണമെങ്കിലും ആവാം. അത് വാരി ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടേംസ്. ടേംസിൽ ഒന്നല്ലെങ്കിൽ കോൺസ്റ്റൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 5, 6, √3 ഇത് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ വാരിയബിൾ ആവാം, എക്സ്, വൈ, സെഡ്, ടി, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റും വാരിയബിളും ഒരുമിച്ച്. ഇപ്പോൾ ഞാൻ 5x 5x, 6y, √3z. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രം വന്നാലും ടേമാണ്, വാരിയബിൾ വന്നാലും ടേമാണ്, കോൺസ്റ്റൻറ്റും വാരിയബിളും ഒരുമിച്ച് വന്നാലും ടേമാണ്. ഓക്കെ, ദെൻ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. കോമ്പിനേഷൻ ഓഫ് ടേംസ് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ, നെഗറ്റീവ് സൈൻസ് വരുന്നത്. ഈ ടേംസിൻ്റെ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4y² + 2y + 1 ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണോ? ആണ്. കാരണം എന്താ? 4y² എന്ന് പറയുന്നത് ഒരു ടേമാണ്. 4y² എനിക്ക് 4 × y × y എന്ന് എഴുതാമല്ലോ. 2y എന്ന് പറയുന്നത് ഒരു ടേമാണ്, 1 എന്ന് പറയുന്നത് ഒരു ടേമാണ്. ദെൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2y + 3 ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ടേംസ് സെപ്പറേറ്റഡ് ബൈ ഒന്നല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടേംസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ പോളിനോമിയൽസ്. Those algebraic expression in which power of variable are whole numbers are called polynomials. Those algebraic expression in which power of variable are whole numbers are called polynomials. Algebraic expression ആവണം, വാരിയബിളിൻ്റെ പവർ ഹോൾ നമ്പർ ആണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, വിച്ച് ഓഫ് ദം ഈസ് എ പോളിനോമിയൽ? നോക്കാം. 5x² + 2x - 7 ഇതൊരു പോളിനോമിയൽ ആണോ? ആദ്യം ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണോ നോക്കി. 5x² ഒരു ടേമാണ്, 2x ഒരു ടേമാണ്, -7 ഒരു ടേമാണ്. ദെൻ ഇതെന്താണ്? ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ദെൻ ഇതിൻ്റെ ഓരോ വാരിയബിളിൻ്റെ പവർ നോക്കാം. എക്സിൻ്റെ പവർ ഇവിടെ 2 ആണ്, ഹോൾ നമ്പറാണ്. ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ് അല്ലേ. അപ്പോൾ വാരിയബിളിൻ്റെ പവർ എന്താണ്? ഹോൾ നമ്പറുമാണ്. അപ്പോൾ ഇതെന്താണ്? പോളിനോമിയലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 3x³ + 4/x² + 3 ഇതൊരു പോളിനോമിയൽ ആണോ? 3x³ എങ്ങനെയാണ് തന്നുള്ളത്? 3x³ + 4/x² + 3 ആണല്ലേ. ഓക്കെ, 4/x² ആണ്. അതിന് എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3x³ + 4x⁻² + 3. എക്സിൻ്റെ പവർ ഹോൾ നമ്പർ ആണോ ഇവിടെ? അല്ല. അപ്പോൾ ഇതെന്തല്ല? ഇതൊരു പോളിനോമിയൽ അല്ല. പക്ഷേ ഇതെന്താണ്? ഇതൊരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്, പക്ഷെ എന്തല്ല? പോളിനോമിയൽ അല്ല. ഇനി അടുത്ത് നോക്കിയേ, 5x⁻³ + 3x² - 2 ഇതൊരു പോളിനോമിയൽ ആണോ? എക്സിൻ്റെ പവർ നോക്കിക്കേ, എക്സിൻ്റെ പവർ ഇവിടെ 1/3 ആണ്. ഇതെന്തല്ല? ഒരു പോളിനോമിയൽ അല്ല, ഹോൾ നമ്പർ അല്ല. ഓക്കെ, ഇനി അടുത്തത് 3x + 4 ഇവിടെ കുഴപ്പമൊന്നുമില്ല, എക്സിൻ്റെ പവർ എന്താണ്? ഒരു ഹോൾ നമ്പർ ആണ്. ദെൻ ഇതെന്താണ്? പോളിനോമിയലാണ്. അടുത്ത് നോക്കിയേ, 2x² + √x 2x² + √x എനിക്ക് എന്തെന്ന് എഴുതാം? x⁻² എന്ന് എഴുതാം. ഇതപ്പോൾ എന്തല്ല? ഇതൊരു പോളിനോമിയൽ അല്ല. 2x + അടുത്തത് 2x + 7 2x + 7 എക്സിൻ്റെ പവർ എന്താണ്? 1 ആണ്. ദെൻ ഇതെന്താണ്? ഒരു പോളിനോമിയലാണ്. അടുത്തത് നോക്കിയാൽ അടുത്തത് പോളിനോമിയൽ ആണോ? x⁻³ √x - 1 ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും ഇതൊരു പോളിനോമിയൽ അല്ല. പക്ഷെ നമ്മൾ നോക്കിക്കേ, x⁻³ √xന് എന്തെന്ന് എഴുതാം? x⁻² - 1. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം?
എക്സ് റേസ്ഡ് 3/2 ഈ എക്സ് റേസ്ഡ് 1/2 മേലെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം എക്സ് റേസ്ഡ് 3/2 മൈനസ് 1/2 മൈനസ് 1 അല്ല അപ്പോൾ എക്സ് റേസ്ഡ് 3/2 മൈനസ് 1/2 ഇസ് ഈക്വൽ ടു എക്സ് റേസ്ഡ് 2/2 മൈനസ് 1 എക്സ് റേസ്ഡ് 2/2 എന്ന് പറയുന്നത് എന്താ 2/2 1 ആണ് അപ്പോൾ എക്സ് റേസ്ഡ് 1 മൈനസ് 1 അതായത് എക്സ് മൈനസ് 1 ആണ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് എക്സ് മൈനസ് 1 അപ്പോൾ ഇത് പോളിനോമിയൽ ആണോ ഇത് പോളിനോമിയൽ ആണ് ഓക്കെ അപ്പോൾ ഏതൊരു പോളിനോമിയൽ നമ്മളെടുത്തു 5x² പ്ലസ് 2x മൈനസ് 7 അല്ലേ വേരിയബിൾ ഇവിടെ എക്സ് വേരിയബിൾ ആണ് ഇത് ടേം ആണ് ഇതൊരു ടേം ആണ് ഇതൊരു ടേം ആണ് -7 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ദെൻ ഈ എക്സ് സ്ക്വയറിൻ്റെ കൂടെയും എക്സിൻ്റെ കൂടെയും നിൽക്കുന്ന ആൾക്കാർ പറയുന്ന പേരാണ് കോയിഫിഷ്യൻസ് ഇതിൻ്റെ പേര് കോയിഫിഷ്യൻ 5നെ കോയിഫിഷ്യൻ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 ആണ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാന്ന് ചോദിച്ചാൽ 2 ആണ് കോയിഫിഷ്യൻ എന്ന് വിളിക്കും ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് പറയാം ഓൾ പോളിനോമിയൽസ് ആർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എല്ലാ പോളിനോമിയലും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് പക്ഷേ എല്ലാ ഓൾജിബ്രായിക് എക്സ്പ്രഷനും പോളിനോമിയൽ ആണോ അല്ല നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾ കണ്ടില്ലേ എല്ലാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആവും പക്ഷെ അത് പോളിനോമിയൽ ആകാത്ത എക്സാമ്പിൾസ് നമ്മൾ കണ്ടു അപ്പോൾ എല്ലാ പോളിനോമിയലും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് പക്ഷേ എല്ലാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തല്ല പോളിനോമിയൽ അല്ല ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്താണ് പോളിനോമിയലിൻ്റെ ഡിഗ്രി ഹയസ്റ്റ് പവർ ഓഫ് വാരിയബിൾ നമ്മൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്യാം അതിൽ വാരിയബിൾ നോക്കുക ആ വാരിയബിളിൻ്റെ ഹയസ്റ്റ് പവറാണ് എന്ത് ആ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയേ 4x² മൈനസ് 3x പ്ലസ് 7 ഓക്കെ ഇവിടെ വാരിയബിൾ എക്സ് ആണ് എക്സിൻ്റെ പവർ ഇവിടെ 1 ആണ് എക്സിൻ്റെ പവർ ഇവിടെ 2 ആണ് ഹയസ്റ്റ് പവർ ഏതാ 2 അല്ലേ അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് ഓക്കെ അടുത്ത് നോക്കിക്കേ -3x² പ്ലസ് 5x⁴ പ്ലസ് 2x ഇതെന്താണ് ഇതിൻ്റെ ഡിഗ്രി എന്താണ് ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ് ഇവിടെ എക്സിൻ്റെ പവർ 4 ആണ് അപ്പോൾ ഹയസ്റ്റ് പവറാണ് എടുക്കേണ്ടത് അപ്പോൾ ഡിഗ്രി ഇവിടെ എന്താ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ് അടുത്ത് നോക്കിക്കേ 4x⁴ മൈനസ് 3x പ്ലസ് 2x മൈനസ് 4x⁴ ഇവിടെ ഡിഗ്രി ചാടിക്കയറി നമ്മൾ എന്ത് 4 എന്ന് എഴുതി വെക്കരുത് ഇവിടെ നോക്കിക്കേ ഇവിടെ എക്സിൻ്റെ പവർ 4 ആണ് ഇവിടെ എക്സിൻ്റെ പവർ 4 ആണ് നോക്കി ഇവിടെ 4x⁴ ഇവിടെ -4x⁴ ആണ് അപ്പോൾ ദെൻ ഇത് ക്യാൻസലായി പോകും അപ്പോൾ ബാക്കി ഇവിടെ ഉണ്ടാവുക -3x പ്ലസ് 2x അല്ലേ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ് എക്സിൻ്റെ പവർ 1 ആണ് അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഡിഗ്രി 1 ആണ് ദെൻ അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് പോളിനോമിയൽ ആണ് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പോളിനോമിയൽ ടേംസിൻ്റെ ബേസിലും ഡിഗ്രിയുടെ ബേസിലും പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബേസ്ഡ് ഓൺ ടേംസ് ആണെങ്കിൽ നോക്കാം ഒരു ടേം ആണെങ്കിൽ പോളിനോമിയൽ ഒരൊറ്റ ടേമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു മോണോമിയൽ എന്ന് വിളിക്കുന്നു 1 ടേം ആണെങ്കിൽ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 5x² ഓക്കെ ബൈനോമിയൽ എന്ന് പറയും 2 ടേംസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ 3x പ്ലസ് 7 ഇതൊരു ടേമാണ് ഇതൊരു ടേമാണ് അല്ലേ അപ്പോൾ ഇതിനെന്ത് വിളിക്കുന്നു ബൈനോമിയൽ ഇനി ട്രൈനോമിയൽ 3 ടേംസ് ആണെങ്കിൽ x² പ്ലസ് 4x പ്ലസ് 1 3 ടേംസ് ഉണ്ട് അപ്പോൾ എന്ത് വിളിക്കുന്നു ട്രൈനോമിയൽ ഓക്കെ മോർ ദാൻ 3 ടേംസ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം പോളിനോമിയൽ എന്ന് വിളിക്കാം ജനറലായിട്ട് നമ്മൾ എല്ലാത്തിനെയും പോളിനോമിയൽസ് തന്നെയാണ് പറയുക ടേംസിൻ്റെ ബേസിൽ മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ എന്നൊക്കെ വിളിക്കാം എന്നും നമുക്ക് വിളിക്കാം ഓക്കെ ഇനി ബേസ്ഡ് ഓൺ ഡിഗ്രി നോക്കിക്കേ ബേസ്ഡ് ഓൺ ഡിഗ്രി ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഓക്കെ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് വെച്ചാൽ അവിടെ വേരിയബിൾസ് ആബ്സെൻ്റ് ആയിരിക്കും കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമ്പിൾ നോക്കി 7 ഓക്കെ അതൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ലീനിയർ പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി എന്തായിരിക്കും ഡിഗ്രി 1 ആയിരിക്കും അല്ലേ ഡിഗ്രി എന്തായിരിക്കും 1 ആയിരിക്കും അതാണ് ലീനിയർ പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി 2 ആയിരിക്കും ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഗ്രി 3 ആയിരിക്കും അങ്ങനെ 4 വരുമ്പോൾ ബൈ ക്വാഡ്രാറ്റിക് ഇങ്ങനെയാണ് പോളിനോമിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓക്കെ Then exercise set 2.1 first question find the degree of the following polynomial first question നോക്കിക്കേ 2x² മൈനസ് 5x പ്ലസ് 3 ഇതിൻ്റെ ഡിഗ്രി എന്താണ് ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഓഫ് വാരിയബിൾ എക്സിൻ്റെ പവർ ഇവിടെ 2 ആണ് ഇവിടെ 1 ആണ് ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ് ദെൻ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് അടുത്തത് y³ പ്ലസ് 2y മൈനസ് 1 വൈയുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3 ആണ് അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് 3 ആണ് -9 ഇവിടെ ഡിഗ്രി എന്ത് പറയാം ഡിഗ്രി എന്ന് പറയുന്നത് 0 ഓക്കെ ഇനി അടുത്തത് 4z - 3 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് 1 ആണ്
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1, 2 ആൻഡ് 3. അപ്പോൾ ഡിഗ്രി 1 ഉള്ള ഒരു പോളിനോമിയൽ, നമുക്ക് ഇഷ്ടമുള്ള പോളിനോമിയൽ എഴുതാം. ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ഞാൻ എഴുതുന്നു 2x + 5. ഡിഗ്രി 1 ആണല്ലോ, എക്സിൻ്റെ പവർ 1 ആണ്. ഓക്കെ, ദെൻ ഡിഗ്രി 2 ഉള്ള പോളിനോമിയൽ x² + 3x + 1. ഹയസ്റ്റ് പവർ ഓഫ് വാരിയബിൾ എന്താണ്? 2 ആണ്. ദെൻ ഡിഗ്രി 2 ആണ്. ഓക്കെ, ഇനി ഡിഗ്രി 3 ആണെങ്കിലോ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, x³ - 2x² + x + 4. ഡിഗ്രി എന്താണ് ഇവിടെ? 3 ആണ് അല്ലേ? ഹയസ്റ്റ് പവർ ഓഫ് വാരിയബിൾ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് x² x³ ഇൻ ദ പോളിനോമിയൽ x⁴ - 3x³ + 6x² - 2x + 7. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് കോയിഫിഷ്യൻ്റ് ഓഫ് x²ൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണ്? കോയിഫിഷ്യൻ്റ് ഓഫ് x²ൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് x²ൻ്റെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ x²ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആരാണ്? 6 ആണ്. ദെൻ x³ കോയിഫിഷ്യൻ്റ് ഓഫ് x³ കോയിഫിഷ്യൻ്റ് ആരാണ്? -3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് z ഇൻ ദ പോളിനോമിയൽ 4z³ + 5z² - 11. ചോദിച്ചിട്ടുള്ളത് കോയിഫിഷ്യൻ്റ് ഓഫ് സെഡിൻ്റെ ടേം ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് z എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം? 0 അല്ലേ? അപ്പോൾ ദർ ഈസ് നോ ടേം കണ്ടെയ്നിങ് z കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടേം ഇതിലില്ല. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഓഫ് ദ പോളിനോമിയൽ 9x³ + 5x² - 8x - 10. ഇതിലെ കോൺസ്റ്റൻ്റ് ആരാണ്? കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആരാണ്? -10 ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് -10 ആണ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് പോളിനോമിയൽസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് പോളിനോമിയൽസ്? പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ദെൻ വാരിയബിൾസിൻ്റെ പവർ ഹോൾ നമ്പർ ആവണം, അങ്ങനെയുള്ളതാണ് പോളിനോമിയൽസ് ആവുള്ളൂ. ഓക്കെ, എല്ലാ ആൾജിബ്രായിക് എക്സ്പ്രഷനും എന്താവില്ല? പോളിനോമിയൽ ആവില്ല. പക്ഷേ എല്ലാ പോളിനോമിയൽ എന്താണ്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞു. ഡിഗ്രി എന്താണെന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് പോളിനോമിയൽ എന്താണെന്ന് പറഞ്ഞു. ഡിഗ്രി എന്താ? ഹയസ്റ്റ് പവർ ഓഫ് വാരിയബിൾ അല്ലേ? പോളിനോമിയൽസിൻ്റെ ഹയസ്റ്റ്, വാരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എടുക്കുക, അതാണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, പോളിനോമിയൽസിൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ കോയിഫിഷ്യൻ്റ് പറഞ്ഞു, ടേംസ്, കോയിഫിഷ്യൻ്റ്, കോൺസ്റ്റൻറ്റ്, വാരിയബിൾസ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.